അസ്സലാമു എല്ലാവർക്കും നമസ്കാരം. എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഇഫ്താർ സ്നാക്ക് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഈസി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് നമുക്ക് സ്റ്റാർട്ടറായിട്ടും സ്നാക്കായിട്ടും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് ചിക്കൻ കുർക്കുറെ എന്നാണ് പറയുന്നത്. നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്, കുട്ടികൾക്ക് നല്ല പോലെ ഇഷ്ടമാവും, അതുപോലെ തന്നെ വലിയ ആൾക്കാർക്കും നല്ലോണം ഇഷ്ടമാവും, നല്ല ടേസ്റ്റിയാണ്. അപ്പം നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചിക്കൻ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് തിന്നായിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. അതിനകത്തോട്ട് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ക്രഷ് ചെയ്ത് ചുവന്ന മുളക് ചേർത്തിട്ടുണ്ട്. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. ഞാൻ അവിടെ 100 ഗ്രാം ചിക്കനൊക്കെ എടുത്തിട്ടുള്ളൂ, വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ. പിന്നെ 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട്, ഒരു മുട്ടയുടെ മഞ്ഞയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് ചിക്കനിൽ തേച്ച് പിടിപ്പിക്കാം. നന്നായിട്ട് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. നിങ്ങൾ എത്ര ആൾക്കാരുണ്ടോ അതിനനുസരിച്ച് എടുക്കുക. അപ്പോൾ എരിവൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇനി ഇത് 1 മണിക്കൂർ നമുക്ക് കുറഞ്ഞതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി നമുക്ക് ഇത് മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബാറ്റർ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിനകത്ത് 2 ടേബിൾ സ്പൂൺ മൈദ എടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ റവ ഉണ്ടെങ്കിൽ അത് 1 ടേബിൾ സ്പൂൺ എടുക്കുന്നത് നല്ലതാണ്, അപ്പോൾ കുറച്ചും കൂടി ക്രിസ്പി ആവും. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഇനി നമ്മൾ നേരത്തെ എടുത്ത മുട്ടയുടെ മഞ്ഞയില്ലേ, അതിൽ ബാക്കി ഉണ്ടായിരുന്ന ആ വെള്ളം നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ക്രഷ് ചെയ്ത് മുളകും ചേർത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യണം. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടൂല. അപ്പോൾ നല്ല കട്ടിയുള്ള ഒരു ബാറ്റർ ആക്കിയിട്ട് വേണം നമ്മളിത് ഉണ്ടാക്കാനായിട്ട്. കണ്ടോ, ഇതുപോലെ നല്ല കട്ടിയുള്ള ബാറ്ററാക്കി മാറ്റുക, എന്നാൽ മാത്രമേ നല്ല പെർഫെക്റ്റ് ലുക്ക് ഉണ്ടാവുള്ളൂ. ഇപ്പം നമ്മുടെ ചിക്കൻ 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതൊരു മീഡിയം ചൂടാകുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ചിക്കൻ മാവിൽ മുക്കി പൊരിച്ചിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക, നമ്മൾ പഴംപൊരിയൊക്കെ പൊരിക്കുന്നത് പോലെ. നമ്മളിത് മീഡിയം ഫ്ലെയിമിൽ വേണം വേവിക്കാനായിട്ട്, കാരണം ചിക്കൻ വേവാനുള്ളതല്ലേ. അപ്പോൾ ഒരു 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ തന്നെ ചെയ്തെടുക്കുക. തിരിച്ചു മറിച്ചു വിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. പെട്ടെന്ന് വെന്ത് കിട്ടും, നമ്മൾ മാരിനേറ്റൊക്കെ ചെയ്ത് വെച്ചതാണ്. ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇതിങ്ങനെ കൂടി നിന്നിട്ടുണ്ടാവുക, നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചൊന്ന് സെപ്പറേറ്റ് ആക്കി കൊടുക്കുക. ശരിക്കും ഇത് കാണുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും, നല്ല ടേസ്റ്റിയും കൂടിയാണ്. ഇപ്പോൾ 2 സൈഡും ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്, അതുപോലെ തന്നെ നല്ല കളറും വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. നമ്മൾ ഉണ്ടാക്കുന്ന ചിക്കൻ അത് കട്ട് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം തിന്നായിട്ട് കട്ട് ചെയ്യുന്നു അത്രയും ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി അതേപോലെ തന്നെ ഇട്ട് കൊടുക്കാം. വളരെ സിമ്പിളല്ലേ ചെയ്യാനായിട്ട്. സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ഒരുപാട് പണിയൊന്നുമില്ല, ജസ്റ്റ് നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്ന അത്രയും പണിയേ ഉള്ളൂ. സോസും കൂടി കഴിക്കാനാണ് ഇത് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ ഇത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും പണിയുള്ളൂ. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുത്താൽ മതി. ഇത് ചൂടോടെ കുറച്ച് ക്രിസ്പി ആയിട്ട് ഉണ്ടാവുക, അത് കഴിയുമ്പോൾ ഒന്ന് സോഫ്റ്റ് ആവും, എന്നാലും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഉള്ളിൽ ചിക്കൻ നല്ല ജ്യൂസി ആയിട്ട് ഉണ്ടാവുക. കണ്ടോ, നല്ല സോഫ്റ്റാണ് ഉള്ളിലത്തെ ചിക്കൻ ഉണ്ടാവുക, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനത് ബ്രസ്റ്റ് പീസാണ് എടുത്തിട്ടുള്ളത്, അത് തന്നെ എടുക്കുകയാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എൻ്റെ ചാനലിൽ ഒരു കോൺടെസ്റ്റ് നടക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. എല്ലാവരും ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോൻ്റെ താഴെ സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടൺ ഉണ്ട്, സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ.
അപ്പോൾ ഇൻഷാല്ല ഇനി നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.